ഹായ് ഫ്രണ്ട്സ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 11, 16, 21 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 18, 23, 28 എന്ന് പോകുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക? അപ്പൊ ഇവിടെ രണ്ട് സമാന്തര ശ്രേണികളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 11, 16, 21 പോകുന്ന സമാന്തര ശ്രേണിയും പിന്നെ 18, 23, 28 എന്ന് പോകുന്ന സമാന്തര ശ്രേണി. ഈ രണ്ട് സമാന്തര ശ്രേണിയിലെയും പൊതുവ്യത്യാസം സെയിം അല്ലേ? നോക്കിക്കേ, 16 - 11 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുപോലെ തന്നെ 23 - 18 ചെയ്താലും 5 തന്നെയാണ് കിട്ടുന്നത് അല്ലെ? പൊതുവ്യത്യാസം ഇവിടെ തുല്യമാണ്. അപ്പൊ എത്ര കൂട്ടിയാലാണ് ആദ്യത്തെ സമാന്തര ശ്രേണിയിലെ ഓരോ പദത്തിന്റെ കൂടെയും എത്ര കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ സമാന്തര ശ്രേണിയിലെ പദങ്ങൾ കിട്ടുന്നതെന്ന് നോക്കിക്കേ. 11 എത്ര കൂട്ടിയാൽ 18 കിട്ടും? അതുപോലെ 16 എത്ര കൂട്ടുമ്പോൾ 23 കിട്ടുന്നു? 21 എത്ര കൂട്ടുമ്പോഴാണ് 28 കിട്ടുന്നത്? 7 അല്ലേ? ഓരോന്നിന്റെ കൂടി നമ്മൾ 7 കൂട്ടുമ്പോഴല്ലേ നമുക്ക് രണ്ടാമത്തെ സമാന്തര ശ്രേണി കിട്ടുന്നേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര ടേംസാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 10 പദങ്ങളുടെ വ്യത്യാസമാണ് അല്ലെ? എത്രയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നാ ചോദ്യം അല്ലെ? അപ്പോൾ 10 പദങ്ങളുണ്ട്. അപ്പൊ 10 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 7 കൂട്ടുവാണ്. 10 പ്രാവശ്യം 7 കൂട്ടുക എന്ന് പറഞ്ഞാൽ 10 × 7 10 പ്രാവശ്യം 7 കൂട്ടുന്നതും സെയിം അല്ലേ? അപ്പൊ 10 × 7 ആണ് ഇവിടെ എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. 10 × 7 എത്രയാ? 70. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ക്ലിയർ അല്ലേ? ഇവിടെ മൊത്തം 10 പദങ്ങളാണ്. അതുകൊണ്ടാണ് 10 × എത്രയാണോ കൂട്ടിയിട്ടുള്ളത് അത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.